കോട്ടയത്ത് മീൻ പിടിക്കുന്നതിനിടെ വള്ളം മുങ്ങി 2 പേർ മരിച്ചു. അപകടം കൊല്ലാടിന് സമീപം പാറയ്ക്കൽ കടവ് സ്വദേശികളായ ജോബി പൊളച്ചിറയിൽ അരുൺ സാം എന്നിവരാണ് മരിച്ചത്. 2 മണിയോടെയായിരുന്നു സംഭവം. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, വിശദാംശങ്ങൾ. ഇന്ന് 2 മണിയോടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുന്നത്. ഇന്ന് രാവിലെ അതിശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. അതുപോലെ തന്നെ പാടശേഖരങ്ങളും എല്ലാം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇവിടെ 3 പേർ ചേർന്ന് ഒരു വള്ളത്തിൽ ഇത്തരത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ് ചെയ്തത്. മീൻ പിടിത്തത്തിനിടെ ഇത്തരത്തിൽ ഈ വള്ളം മറിഞ്ഞു. ഈ വള്ളം മറിഞ്ഞതോടുകൂടി 2 പേർ വെള്ളത്തിൽ മുങ്ങുകയും ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ വള്ളത്തിൽ പിടിച്ചു കിടന്നുകൊണ്ട് രക്ഷപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് നാട്ടുകാരെല്ലാവരും ചേർന്ന് ഇവരെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. പോലീസിനെ അറിയിച്ചു. പോലീസും എത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. പക്ഷേ ഈ മൃതദേഹം കരയിലേക്ക് എടുപ്പിച്ച ഉടനെ തന്നെ ഇത്തരം ഈ രണ്ടുപേരെയും കണ്ടെത്തി, വെള്ളത്തിൽ നിന്ന് കണ്ടെത്തി കരയിലേക്ക് എത്തിച്ച ഉടനെ തന്നെ ആ സമയം തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത്. ഏതായാലും ഇപ്പോൾ മരിച്ചിട്ടുള്ളത് പാറയ്ക്കൽ കടവ് തന്നെ സ്വദേശികളായിട്ടുള്ള ജോബി 36 വയസ്സുണ്ട്, പോളച്ചിറയിൽ അരുൺ സാം 37 വയസ്സുണ്ട്. ഇവരാണ് മരിച്ചത്. ഇവരുടെ സഹോദരനാണ് കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. ആ സഹോദരൻ ഇത്തരത്തിൽ വള്ളത്തിൽ പിടിച്ചു കിടന്നതിനാൽ രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇരുവരുടെയും മൃതദേഹം കോട്ടയം പുതുപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കാലവർഷം ഉണ്ടായതിനു ശേഷം മരണമടക്കമുള്ള കാര്യങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ഒരു മരണം സംഭവിച്ചിരുന്നില്ല. അത്തരത്തിൽ അത്യാഹിതങ്ങളൊന്നും ഇല്ലാതെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു പോയിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ മഴ ഒന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്നത് കോട്ടയം ജില്ലയിൽ. മാറി നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് മത്സ്യബന്ധനത്തിനിടെ പാടശേഖരത്ത് മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് 2 പേർ മരിച്ചിരിക്കുന്നത്. കോട്ടയത്ത് മീൻ പിടിക്കുന്നതിനിടെ വള്ളം മുങ്ങി 2 പേർ മരിച്ചു. അപകടം കൊല്ലാടിന് സമീപം പാറയ്ക്കൽ കടവ് സ്വദേശികളായ ജോബി പൊളച്ചിറയിൽ അരുൺ സാം എന്നിവരാണ് മരിച്ചത്. 2 മണിയോടെയായിരുന്നു സംഭവം. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.